ഹലോ, ഞാനുമോള് പയ്യോളി ആയതുകൊണ്ട് തന്നെ അവളെ കൂട്ടാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ബോറടിച്ചപ്പോൾ അലിയനെയും കൂടി അവൾ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അവരപ്പോൾ കുറച്ച് സമയം അവളുടെ കൂടെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ കഴിക്കാൻ പോവുകയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ചോറ്, സാമ്പാർ, ചിക്കൻ കറി, പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിച്ച് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഡ്രൈവിന് വെറുതെ പോവാന്ന്. അങ്ങനെ ഞാനും പ്രഭയും കൂടിയിട്ട് നമ്മുടെ ബീച്ചിലൊരു ഡ്രൈവിന് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഡ്രൈവൊക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല വൈബ് ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ബീച്ചിൽ വന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനൊക്കെ ഇത്ര രസം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ നല്ല പോലെ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണ്ടേ എന്നുള്ളതിൽ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ വീടെത്തി. അപ്പം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എന്തായാലും തിരിച്ചു പോകണമല്ലോ. അപ്പം ആലിയ ബേബിയും അതുപോലെ ആൻറ്റിയും പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവരെ വീടിൻ്റെ അവിടെ ഇറക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. പിന്നെ പോകുന്ന വഴി നമ്മുടെ പിഷാരിക്കാവിൻ്റെ അവിടെ നിന്ന് മറ്റേ ഇളനീർ ഷേക്ക് ഉണ്ടല്ലോ, അത് കുടിക്കാമെന്ന് വിചാരിച്ചു. അത് ഭയങ്കര ഇവിടെ ഫേമസ് ആണ്, കണ്ടില്ലേ വണ്ടികളൊക്കെ ഇങ്ങനെ സ്ഥലമില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവർക്ക് ഷേക്ക് വാങ്ങിക്കൊടുത്തു. പക്ഷെ ഞാൻ നമ്മുടെ കോക്ടെയിലാണ് കേട്ടോ വാങ്ങിയത്. പക്ഷെ കോക്ടെയിൽ ഞാൻ കാലിക്കറ്റിൽ നിന്ന് കഴിക്കുന്ന അത്ര ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവർക്ക് 2 പുഡിങ്ങും കൂടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ രണ്ടാളും. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഞാനും മോൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ പോകുന്ന വഴി നമ്മളവരെ ഡ്രോപ്പ് ചെയ്തു അവിടെ. അപ്പോൾ അലിക്ക് സത്യം പറഞ്ഞാൽ പോകണമെന്നില്ല കേട്ടോ. ചേച്ചീൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ അവൾക്ക് എന്തോ ഒരു സങ്കടമുണ്ട്. പക്ഷേ അങ്ങനെ മുഖത്ത് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിക്കാൻ പറ്റണമില്ല ആൾക്ക്. പക്ഷെ എന്താ വെച്ചാൽ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു നോക്കുന്നില്ല ആൾ, ഭയങ്കര വിഷമത്തിലാണ് പോയത് കേട്ടോ. പിന്നെ ഞാനുമോൾ അവിടെ ഇരുന്ന് എന്തോ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.